ഇന്നും നമ്മൾ വുഡ് തന്നെയാണ്. കുറേ ദിവസങ്ങളായി നമ്മൾ ക്യാൻ, കുഡ്, വുഡ്, ഷുഡ് ഇവരെ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത് നമുക്ക് അത്രയ്ക്കധികം പ്രയോജനമുള്ളൊരു കാര്യമാണ്. നമുക്ക് സംസാരിക്കാൻ ഒത്തിരി പറ്റുന്ന ഒരു കാര്യവുമാണ് വുഡ്. അപ്പോ ഞാൻ നിങ്ങളോട് നമ്മളിപ്പോ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിച്ച് വൺ ഡു യു വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നല്ലേ വിച്ച് വൺ ഡു യു വാണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുണി എടുക്കാനൊക്കെ ചെല്ലുകയാണ് എങ്കിലാണ് അവർ നമ്മളോട് കൂടുതൽ ചോദിക്കുക വിച്ച് വൺ ഡു യു വൺ. കാരണം അവിടെയാണല്ലോ കൂടുതൽ സെലക്ഷൻ വരിക. അപ്പൊ അവർ നമ്മളോട് ചോദിക്കും വിച്ച് വൺ ഡു യു വൺ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് ഇങ്ങനെ ചോദിക്കത്തില്ലേ, വിച്ച് വൺ വുഡ് യു വാണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നാണ്. വിച്ച് വൺ ഡു യു വാണ്ടും വിച്ച് വൺ വുഡ് യു വാണ്ടും തമ്മിൽ അർത്ഥം എന്താണ്? അർത്ഥവ്യത്യാസം ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നാണ്. വിച്ച് വൺ വുഡ് യു ലൈക്ക്, ഏതാണ് ഇഷ്ടം. വിച്ച് വൺ ഡു യു ലൈക്ക്, ഏതാണ് ഇഷ്ടം. എല്ലാം ഒന്ന് തന്നെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വുഡ് ഉപയോഗിക്കുമ്പോൾ എന്താണെന്നോ അത് നമ്മൾ ഭയങ്കര എളിമയോടെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. മാഡം നിങ്ങൾക്ക് ഏതാ വേണ്ടത്. നമ്മൾ എപ്പോഴും കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ഭയങ്കര അധികം റെസ്പെക്റ്റ് കാണിക്കുന്നവരാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ ചോദിക്കാവുള്ളൂ. എങ്ങനെ? വിച്ച് വൺ വുഡ് യു ലൈക്ക്, ഡു യു ലൈക്ക് എന്ന് ചോദിക്കേണ്ട. വിച്ച് വൺ വുഡ് യു വാണ്ട്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അവരെന്ന് മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് ഡു ഉപയോഗിച്ച് ചോദിക്കുമ്പോൾ എവിടെയോ ഒരു മിസ്റ്റേക്ക് അല്ലെ. നമ്മൾ എന്തോ ഏതാ നിങ്ങൾക്ക് വേണ്ടേ അങ്ങനെ ഒരു ചോദ്യം പോലെയാ. അപ്പോൾ വിച്ച് വൺ വുഡ് യു എന്നാകുമ്പോൾ ആ ഒരു രീതി എല്ലാം മാറി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മളിങ്ങനെ വളരെയധികം ചിരിച്ചുകൊണ്ടൊക്കെ ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാറും കേട്ടോ. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിച്ച് വൺ വുഡ് യുവും വിച്ച് വൺ ഡു യുവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥവ്യത്യാസമല്ല. എന്താണ് വ്യത്യാസം? നമ്മുടെ സംസാര രീതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെ. വിച്ച് വൺ വുഡ് യു എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര എളിമയോടെയൊക്കെ നമ്മൾ ചോദിക്കുന്നതാകും. ഇനി നമ്മൾ പഠിക്കുകയാണ് വുഡ് യു ഹെൽപ്പ് മീ. ഇങ്ങനെ ചോദിക്കാം, വുഡ് യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ. അത് നമുക്ക് വേറെയും എങ്ങനെ ചോദിക്കാം? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലോ, കുഡ് യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ. ഇങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ? ഒരു പ്രശ്നവുമില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ എന്നു തന്നെയാണ് ഇതിന്റെ അർത്ഥം. വുഡ് യു ഹെൽപ്പ് മീ, കുഡ് യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ. പക്ഷേ ഇവിടെ എല്ലാം എന്താണെന്ന് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കുഡ് യു ഹെൽപ്പ് മീ എന്നും ക്യാൻ യു ഹെൽപ്പ് മീ എന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്നൊക്കെ വിചാരിക്കുന്നവരോടൊക്കെ ചോദിക്കാം. പക്ഷേ വുഡ് യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നേരത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സഹായം ചോദിക്കലാണത്. വുഡ് യു പ്ലീസ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലീസിന്റെ ആവശ്യം പോലും ഇല്ല. അത്രയ്ക്കധികം നമ്മൾ എളിമയോടെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ വിചാരിക്കും ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഇതിന്റെ ഒപ്പം തന്നെ വുഡ് ഉപയോഗിക്കാം. മൂന്നിനും ഒരേ അർത്ഥമാണ്. പക്ഷേ വ്യത്യാസം മനസ്സിലായല്ലോ. വുഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സ്നേഹത്തോടെയുള്ള ഒരു ചോദിക്കലായി മാറും വുഡ്. വുഡ് യു പാസ് ദ സാൾട്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു കുഡ് യു പാസ് ദ സാൾട്ട്, ക്യാൻ യു പാസ് ദ സാൾട്ട്. പക്ഷെ എന്താണ്? നമ്മൾ വുഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ചോദ്യമായി മാറി. നമ്മൾ വുഡ് ഉപയോഗിച്ച് ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക്, ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയുന്നവരാണെങ്കിൽ അവർ കേൾക്കുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് ഉപ്പെടുത്തു തരും കേട്ടോ. അതാണ് വ്യത്യാസം. അല്ലെങ്കിൽ അവരൊന്ന് മുഖം ചൊളിക്കും, എന്നോട് അങ്ങനെയാണ് ചോദിക്കുന്നത്, അന്ന് അവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് ചിന്തിക്കും. നമ്മൾ മലയാളികളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വുഡ് ഉപയോഗിച്ച് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. വുഡ് യു പാസ് ദ സാൾട്ട്, വുഡ് യു ഹെൽപ്പ് മീ, വുഡ് യു ഹെൽപ്പ് മീ മൂവ് ദിസ് ബാഗ്. ഈ ബാഗ് ഒന്ന് മാറ്റാൻ ഒന്ന് സഹായിക്കാമോ. അപ്പൊ ഈ വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ക്യാനും കുഡും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ വുഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? നല്ലൊരു സ്നേഹം, നല്ലൊരു ഇഷ്ടം, നല്ലൊരു ബഹുമാനം ഒക്കെ നമ്മൾ ആ ഒരു സംസാരത്തിൽ നമ്മൾ വരുത്തി. ഇനി നമ്മൾ ഐ വുഡ് ലൈക്ക്. ഐ വുഡ് ലൈക്ക് എന്താ? അതൊക്കെ ആയാലോ എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. നമ്മുടെ ഒരു ഇഷ്ടം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം പറയാനാണ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ?
എനിക്ക് പോയാൽ കൊള്ളാം, പോയാലോ, ഞാൻ പോയാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക്, തിരിച്ചു പോയാലോ എന്നൊക്കെയുള്ള ഒരു അർത്ഥം. അപ്പൊ നമ്മളിങ്ങനെ വളരെ എളിമയോടെ പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് കോഫി, ഒരു കോഫി കുടിക്കാൻ കൊള്ളാം, എൻ്റെ ഒരു ഇഷ്ടം. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് കോഫി. ഐ വുഡ് ലൈക്ക് കോഫി, കോഫി ആയാൽ കൊള്ളാം. അതെന്താ എൻ്റെ ഒരു ഇഷ്ടം അല്ലെ. അത് നിങ്ങൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ. ഇതേ അർത്ഥത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് കിട്ടാതെ പോകുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്ന് നമുക്കൊരു കടയിൽ ചെന്ന് പറയാം, ഐ വുഡ് ലൈക്ക് ദാറ്റ് ബ്ലൂ പെൻ. ആ ബ്ലൂ പെൻ എനിക്ക് ഇഷ്ടമാണ്, ആ ബ്ലൂ പെൻ നിങ്ങൾ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെയുള്ള അർത്ഥം. ഐ വുഡ് ലൈക്ക് ബ്ലൂ പെൻ, കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ് ഐ വുഡ് സേ. ഐ വുഡ് സേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. ഐ വുഡ് സേ ദാറ്റ് മൂവി വാസ് ജസ്റ്റ് ഓക്കെ. ഐ വുഡ് സേ ദാറ്റ് മൂവി വാസ് ജസ്റ്റ് ഓക്കെ. എന്താണ് ഐ വുഡ് സേ എന്ന് പറഞ്ഞാൽ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ സിനിമ കൊള്ളാം, ജസ്റ്റ് ഓക്കെ. പക്ഷെ ചിലപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെട്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ഫിലിം വാസ് ജസ്റ്റ് ഓക്കെ. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളാം, അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഐ വുഡ് സേ. നിങ്ങൾ അത് അധികം കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐ വുഡ് സേ, ഞാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുകയാണെങ്കിൽ എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഐ വുഡ് സേ. അപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ എന്താണ്? ഐ വുഡ് സേ ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ അതൊരു നല്ല ഐഡിയ ആണ് അല്ലെ. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വേറെ ഐഡിയ ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ വുഡ് സേ ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആണ്. ഐ വുഡ് സേ ദാറ്റ് ഇസ് ഗ്രേറ്റ് ഐഡിയ അല്ലെ. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു നല്ല ഐഡിയ ആണ്, ആശയമാണ്. ഇനി ഐ വുഡ് സേ ടേക്ക് ദ ജോബ് ഓഫർ. ആ ഓഫർ നീ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ടേക്ക് ദ ജോബ് ഓഫർ. ഞാൻ പറയുകയാണെങ്കിൽ ടേക്ക് ദ ജോബ് ഓഫർ, ഐ വുഡ് സേ. അപ്പോൾ വുഡിന്റെ ഉപയോഗം നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രശ്നം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞത്, വുഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഭയങ്കര പൊളൈറ്റ് ആയിട്ട്, ഭയങ്കര സ്നേഹത്തോടെ, ഭയങ്കര ഇഷ്ടത്തോടെ. അതാണ് അതിനകത്ത്. നമ്മൾ അങ്ങനെ ഓർത്തി. ഈ പൊളൈറ്റ് എന്നൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. വളരെ എളിമയോടെ ഭയങ്കര ഇഷ്ടത്തോടെയൊക്കെ സംസാരിക്കാനാണ് വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ക്യാൻ വുഡ് ഉപയോഗിക്കാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ക്ലിയർ ആയല്ലോ? നാം നേരത്തെ കുറേ ക്ലാസ്സുകൾ വുഡിന്റെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരു ലിങ്ക് ഞാൻ ഇപ്പം നിങ്ങൾക്ക് തരാം. വുഡ് കേൾക്കുക, പഠിക്കുക. അപ്പൊ ഇതുമായിട്ട് നിങ്ങൾ വുഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വുഡ് എന്ന് പറയുന്നത് നമുക്ക് അതാണ് വേണ്ടത്, വുഡല്ല. വുഡ് ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ക്ലിയർ ആയല്ലോ? എന്നും നിങ്ങൾ ഇതും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഇത് നിങ്ങൾ മാഡം ഈ വുഡും കൂട്ടൊക്കെ നിർത്താനായില്ലേന്ന്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് സെന്റൻസിൽ ഇനിയും വുഡുണ്ട്, ഒത്തിരി വുഡിന്റെ ക്ലാസ് ഉണ്ട്. കാരണം വുഡിന്റെ ഉപയോഗം ഒരുപാടുണ്ട്. വുഡ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പഠിച്ചു വെച്ചു അല്ലെ. പക്ഷെ അല്ല, വില്ല് നമുക്ക് പാസ്റ്റിൽ അല്ല, വുഡ് നമുക്ക് പാസ്റ്റിലും ഉപയോഗിക്കാം, ഫ്യൂച്ചറിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വുഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വുഡിന്റെ ഒരു അധികം ഉപയോഗങ്ങളൊക്കെ പഠിക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനുവരി 25 മുതൽ നമ്മൾ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബാച്ച് ആരംഭിക്കുകയാണ്. ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ബാച്ചാണ്, അല്ലാത്തവർക്കുമുണ്ട്, പുരുഷന്മാർക്കുമുണ്ട്. അപ്പോൾ ഈവനിങ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, മാഡം ഇങ്ങനെ ഇംഗ്ലീഷ് ഞാൻ കുറേ ക്ലാസ്സുകളൊക്കെ കേട്ടു, എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ ഇംഗ്ലീഷ് പഠിക്കാൻ? കുറേ നാളുകളായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു എളുപ്പ വഴി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉണ്ടോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നോ? മടി കൂടാതെ സംസാരിക്കൽ തന്നെ. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു എളുപ്പ വഴിയിൽ കൂടിയും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? നമുക്ക് അത്യാവശ്യം ഗ്രാമറും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാണ് എന്താണെന്നൊക്കെ നമ്മൾ സംസാരിക്കണം. അതല്ലാതെ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഞാൻ എന്നും പറയണത് പോലെ തന്നെ സംസാരിക്കൽ
മാത്രമേ വഴിയുള്ളൂ. ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കണമെങ്കിൽ അതിനും എളുപ്പ വഴിയൊന്നുമില്ല. അത് ഇംഗ്ലീഷ് ഓരോന്നോരോന്ന് എഴുതി പഠിക്കൽ മാത്രമേ വഴിയുള്ളൂ. വേറെ ഒരു കാര്യവും നമുക്ക് പറ്റില്ല. അപ്പൊ ഇതിലെന്തെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു എളുപ്പ വഴിയുമില്ല കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് തന്നെ പഠിക്കണം. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഐ വുഡ് സേ, ഞാൻ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും വേവലാതികൾ നിറഞ്ഞതാണ്, അല്ലയോ? നാളത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ്, പക്ഷെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കാനൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.